കേരളത്തിലെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം UDF-നുള്ളൊരു നിയോജകമണ്ഡലമാണ്. എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണണ്ട, ബാക്കിയുള്ള ജില്ലകളിൽ പോയി പ്രവർത്തിക്കണം. ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ഞാനല്ലേ പറയുന്നത്. അവര് ആ പ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തകരെ ഏറ്റെടുക്കുന്നതാണ്. എങ്കിലും ഞാൻ വീണ്ടും വരും. ഇത്തവണ താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണം വന്നത് പാലക്കാട് ഒരു ഡീൽ ഉണ്ട് എന്നതായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറഞ്ഞിരിക്കുന്നത്, എന്നെ ഓർമ്മയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ഈ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു ഡീലാണ്. അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലൊരു ഡീൽ ഉണ്ടാവും. ഇന്ത്യയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ വിശ്വസിക്കുമോ? പിന്നെ ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ഭരണകൂടങ്ങളെ മുഴുവൻ കേന്ദ്ര ഏജൻസികൾ കടന്നാക്രമിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന സ്ഥലത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് PM ശ്രീ പദ്ധതിയിലും അതുപോലെ തന്നെ ലേബർ കോഡ് കാര്യത്തിലും ഒക്കെ ഇവിടെ വെളിവാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. 150 സ്ഥലത്ത് ഹൈവേ തകർന്നു വീണു. എന്നിട്ട് ഒരു പരാതിയും BJP സർക്കാരിനെതിരെ ഇവർക്കില്ലായിരുന്നു. ഈ പാലം തകർന്നു വീണിട്ട് നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ആമാടപ്പെട്ടിയായിട്ട് പോയ ആളാണ്. എപ്പോഴും സമ്മാന വസ്തുക്കളുമായിട്ട് അവരെ കാണാൻ പോകുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. മനസ്സിലായില്ല? അവിടെ അവർ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അവിടെ ഒപ്പിട്ട് കൊടുക്കും. അവരെന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും. നിങ്ങളൊന്ന് അന്വേഷിച്ചു, ഞങ്ങൾ അവിടെ 18,000 വോട്ടിന് ജയിച്ചാണ്. അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ പാലക്കാട് ജയിക്കും. ഇവർ ഞങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് BJP-യുമായി ചേർന്ന് നിങ്ങൾ എന്നിട്ട് UDF-ഉം LDF-ഉം മറ്റേ BJP-യും തമ്മിലാണ്. രണ്ടാം സ്ഥാനത്ത് BJP ആണ്. അതിൽ നിന്ന് മൂന്നാമത്തെ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ജയിക്കില്ല, എന്നാൽ കോൺഗ്രസും ജയിക്കേണ്ട, UDF-ഉം ജയിക്കേണ്ട എന്നുള്ള ധാരണ പാലക്കാട് അവർക്കുണ്ട്. ഒരുപാട് കേരളത്തിലെ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. മുഖ്യമന്ത്രി എത്ര മോശമായ ഭാഷയാണെന്ന് ഉപയോഗിച്ചത്. മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഈ സുധാകരനെതിരായിട്ട് പണ്ട് NK പ്രേമേന്ദ്രനെതിരായി ഉപയോഗിച്ച പരനാറി പ്രയോഗത്തിന് സമാനമായൊരു പ്രയോഗം അദ്ദേഹം വീണ്ടും നടത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഈ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്രമാത്രം തരം താഴരുത് എന്നാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന.